അലൈക്കും. ജമാലെ, ഇജിപ്പോ മനസ്സിൽ നല്ല കാറ്റ് കയറ്റുണ്ടാവും. പക്ഷെ ആ പെണ്ണുണ്ടല്ലോ, ഓളെ മനസ്സിലടിക്കുന്നതേ തീക്കാറ്റാണ്. വിവരം പഠിപ്പുള്ള ഇജി ചെയ്യാൻ പാടില്ലല്ലോ. ഞാൻ എന്ത് ചെയ്തു എന്നാ നിങ്ങളൊക്കെ പറയണേ? ഞാൻ അവളെ വീട്ടിൽ വന്ന് വിളിച്ചതാ, പക്ഷെ അവള് വരാത്ത എന്റെ കുറ്റമാണ്. എന്റെ പുളിയോണ്ട് എന്താ സംഭവിച്ചെന്ന് വിചാരിച്ചിട്ടുണ്ടാവൂലോ. ജമാലെ, അന്റെ ഈ കാട്ടിക്കൂട്ടിലൊന്നും ശരിയല്ല. എല്ലാം അറിയണ ഇജനെ ചെയ്താലോ? അന്റെ ഈ പോക്കുണ്ടല്ലോ, പടച്ചോനെ വിട്ടിട്ടില്ല കളിയാ. ഓർത്തോ, ഭാര്യ എന്ന് പറഞ്ഞതേ ഭർത്താവിന്റെ കുപ്പായ. ആരെങ്കിലും എന്തേലും പറയണ കേട്ട് അയച്ചു മാറ്റാനുള്ള എല്ലാ കുപ്പായം അത് ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാനുള്ളതാണ്. കുറ്റബോധമുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യേണ്ടിയില്ലായിരുന്നു തോന്നുന്നു. ആവേശം എല്ലാത്തിനും വേണം, പക്ഷെ ഈ ആവേശം ഉണ്ടല്ലോ, അതിനു മുമ്പ് ഇതൊന്ന് ആലോചിക്കണം. കിണറ്റ് ചാടാനേ ഒരു വട്ടം ആലോചിച്ചാൽ മതി, പക്ഷെ കേറണമെങ്കിലേ 1000 വട്ടം ആലോചിക്കേണ്ടി വരും. ഭാര്യാഭർത്തൃ ബന്ധത്തിന് ഇസ്ലാമിലുള്ള പ്രാധാന്യം അനക്ക് ഞങ്ങളിലേറെ അറിയാലോ. സൂറത്ത് നിസായിലെ ആയത്തുകള് ഒഴിവുണ്ടാകുമെന്ന് ഒരു രസാക്കെ. അതാ തോണി വരുന്നുണ്ട്, നമുക്ക് പോവാം. വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഈ സമാധാനിക്ക്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. സാറോ, ഇരിക്കൂ. മുസ്തഫ, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെയല്ലേ? സാറ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം. ഞാൻ അവനെ വിളിക്കാം. ഹബീബേ, ഹബീബ്. എന്താപ്പാ? പിന്നെ നിന്റെ തല തിരിഞ്ഞ കുറെ കൂട്ടുകാരില്ലേ, അവരെയും കൊണ്ട് ഇന്ന് തന്നെ നീ സ്റ്റേഷനിൽ എത്തിയിരിക്കണം. ഒരുത്തൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ശരി, എന്നാ കാണാം. അനുഭവിച്ചോ, ഇനിയൊന്ന് പഠിക്കൂ. കുനിച്ചു നിർത്തി രണ്ട് താങ്ങേണ്ടല്ലോ. തത്ത പറയും പോലെ പറയുങ്ങളൊക്കെ. ഇങ്ങോട്ട് മാറിയിരിക്കണ തോമസേ, അനക്കറിയോ, ഇവര് കാരണ എന്റെ ഈ മുഖത്ത് പാട് മുഴുവുണ്ടായത്. അതെന്താ? ഇവര് തന്ന ഒരൊറ്റ സിഗരറ്റാണ് എന്റെ മുഖത്ത് ഈ കല മുഴുവുണ്ടാക്കിയത്. സാർ, ഇവരാണവർ. മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ല, അപ്പോഴേക്കും കഞ്ചാവിനോടാ പ്രേമം അല്ലടാ. എന്താടാ നാക്കിറങ്ങിപ്പോയി? സാറേ, എനിക്കൊന്നും അറിയില്ല സാറേ. ഞാൻ വരെ കൂടെ നടക്കണ്ടെന്നല്ലാതെ ഞാൻ ഇതൊന്നും ഉപയോഗിക്കില്ല സാറേ. സത്യം പറയടാ, ആരാണ് ഈ കഞ്ചാവ് എത്തിച്ചിരുന്നത്? പുരികം ബാപ്പു. ഏതാടാ ഈ പുരികം ബാപ്പു? ആ, ഓൻ തന്നെയാണ്. 2 വട്ടം ജയിലിൽ പോയിട്ടുണ്ട്. മാർക്കറ്റാണ് പ്രധാന കേന്ദ്രം. ഇതൊക്കെ ഇവിടുത്തെ പൈസക്കാര മക്കളാ. തന്താരം അറിയില്ലല്ലോ മക്കള് പൈസ എടുക്കണേ. പൈസ ഉണ്ടാക്കുന്ന തിരക്കില് ഇതൊക്കെ നോക്കി എടുക്കാൻ തന്താർക്ക് എവിടെ നേരം? തന്തമാര് വന്നാ ഇവരെ അങ്ങ് വിട്ടേക്ക്. അല്ല തോമസേ, തീക്കൊള്ളി കൊണ്ട് ഇതിനാ തല ചൊറിയണ്. ജാത്യാലുള്ളത് തൂത്താ പോകുമോ? ആ, പോയിക്കൊള്ളടാ. വിട്ടേക്ക് സാറേ.
ആരാടാ നീ? ഞാൻ വാസു, നാട്ടുകാരെ പെരിച്ചായ വാസു എന്ന് വിളിക്കും. നിന്നെ തന്നെ എനിക്ക് കിട്ടുന്നത്. ഇതെന്റെ തൊഴിലിന്റെ ഒരു ഭാഗമായിപ്പോയി. പോലീസിനോടാണോ നിന്റെ കളി?